ചെങ്കോട്ടയ്ക്ക് സമീപം ചാവേറായി പൊട്ടിത്തെറിച്ച ഉമ്മർ നബി സിറിയയിൽ പോയി അവിടുത്തെ ജിഹാദി ശക്തികളുമായി ബന്ധം സ്ഥാപിക്കുകയും അവിടെ ചില ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. നമുക്കറിയാം, സിറിയ എന്ന് പറയുന്നത് IS പോലെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ എത്തി ബോംബ് നിർമ്മാണത്തിൽ ഉൾപ്പെടെ ഉമ്മർ നബി ചില വിദഗ്ധ ഉപദേശങ്ങൾ തേടിയെന്നത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഡൽഹി സ്ഫോടനത്തിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വളരെ മുൻപ് തന്നെ പുറത്തു വന്നതാണ്. പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള ഭീകര സംഘടനകളാണ് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയതെന്ന് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഇത് കൂടാതെയാണ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന IS പോലെയുള്ള ഭീകര ശക്തികളുമായി ഈ ചാവേറുകൾക്ക് അല്ലെങ്കിൽ ഈ അൽഫലാഹുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്ക് ബന്ധമുണ്ട് എന്ന വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീകാന്ത്, ഈ ഉമർ നബി ഉൾപ്പെടെ ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഭീകരർ പലരും സിറിയയിലേക്ക് പോയി എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം കൂടി ഈ മണിക്കൂറുകളിൽ പുറത്തു വരികയാണ്. സിറിയയിൽ 2022 പോയി എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ISുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലാണോ ഇവർ ഏർപ്പെട്ടത്? ശ്രീകാന്ത്, ഗൗതം, ഈ പറഞ്ഞ 3 ഡോക്ടർമാരും, അവർ ഡോക്ടർമാരെന്ന് വിളിക്കാമോ എന്നറിയില്ല, ഈ സിദ്ദിഖാപ്പനെയൊക്കെ മാധ്യമപ്രവർത്തകൻ എന്ന് വിളിക്കുന്ന ആളുകളുള്ള നാട്ടിൽ ഒരുപക്ഷെ ഈ ഭീകരരെയും ഡോക്ടർമാർ എന്ന് തന്നെയായിരിക്കും അഭിസംബോധന ചെയ്യുന്നത്. സ്വാഭാവികമായും ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ തുർക്കിയിലേക്കാണ് സന്ദർശനം നടത്തിയത്. ഈ തുർക്കിയിൽ വെച്ച് ഡോക്ടർ ഉകാഷ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹാൻഡ്ലർ ഇവരെ കാണും എന്നാണ് അറിയിച്ചിരുന്നത്. 2002 ആ ഒരു സന്ദർശനവും ഈ കൂടിക്കാഴ്ചയും നിശ്ചയിച്ചത്. ഇവർ 2022 അപ്പോൾ ഇവർ 2022 തുർക്കിയിലെത്തുന്നു. പക്ഷേ ഡോക്ടർ ഉകാഷ അവിടെ എത്തിയില്ല, ഇവരെ കാണുന്നതിന് എത്തിയില്ല. പകരം ഈ സിറിയക്കാരനായ IS കൊടും ഭീകരനെ, ഒരു കാര്യം ആലോചിക്കേണ്ടത്, ജെയ്ഷെ മുഹമ്മദിന് അപ്പോൾ ISുമായി ഡയറക്റ്റ് ബന്ധം വരികയാണ്. ഈ IS കൊടും ഭീകരൻ സിറിയക്കാരൻ അയാളെ ഏൽപ്പിക്കുകയാണ് ഈ 3 ഡോക്ടർമാരുമായി സംസാരിക്കാനും അവരെ സമ്പൂർണ്ണമായി റാഡിക്കലൈസ് ചെയ്ത് ഗ്ലോബൽ ജിഹാദിൻ്റെ ഭാഗമാക്കാനും. ആ പദ്ധതി എന്ന് പറയുന്നത് കശ്മീരുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമോ മറ്റോ അല്ല, നേരെ മറിച്ച് ഗ്ലോബൽ ജിഹാദിൻ്റെ ഭാഗമാക്കി ഇവരെ മാറ്റുക എന്നുള്ളതായിരുന്നു ഈ ISൻ്റെ ഭീകരൻ, IS കൊടും ഭീകരൻ ഇവരെ കണ്ടതിന് പിന്നിലുള്ള കാര്യം. ഈ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഇവർ തിരികെ അൽഫല ആശുപത്രിയിലേക്ക് എത്തുകയും സഹറൻപൂരിലും അൽഫല ആശുപത്രിയിലുമായി ഇവർ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. ഈ 2 സ്ഥലങ്ങളും അവർ ലോഞ്ച് പാഡാക്കി മാറ്റുകയാണ് ചെയ്യുകയും ചെയ്തത്. അവിടെ ഇരുന്നു കൊണ്ട് ഡൽഹിയിലും ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലും ബോംബ് സ്ഫോടനം നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതാണ് ഇപ്പം തെളിഞ്ഞിട്ടുള്ളത്. ഈ ബോംബ് നിർമ്മാണത്തിൽ 40-ലേറെ വീഡിയോകൾ വിദേശ ഹാൻഡ്ലർമാർ ഈ ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരർക്ക് കൈമാറിയിരുന്നു. ഇത് നോക്കിയാണ് ഇവർ ഈ ബോംബ് നിർമ്മാണം അതിൽ വൈദഗ്ധ്യം നേടിയെടുത്തത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ ഉമർ നബി എന്ന് പറഞ്ഞ പൊട്ടിത്തെറിച്ചു പോയ ഭീകരൻ, ഇവൻ ഈ ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനായിരുന്നു എന്ന് ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ റാത്തർ തുടങ്ങിയവരും ഈ കൂടിക്കാഴ്ചയിൽ 2022 കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ബോംബ് നിർമ്മാണം അടക്കമുള്ള ഗ്ലോബൽ ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം ഉൾപ്പെട്ടു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ ദക്ഷിണേന്ത്യയിൽ അടുത്തിടെ നടന്ന 2 സ്ഫോടനങ്ങളുണ്ട്. ഒന്ന് രാമേശ്വരം കഫേ സ്ഫോടനം, 2 കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടനം. ഈ 2 സ്ഫോടനങ്ങളിലും ഇവന്മാർക്ക് ഈ ഫരീദാബാദ് മൊഡ്യൂളിന് ബന്ധമുണ്ടോ എന്നുള്ള സംശയം കൂടി ഉടലെടുത്തിട്ടുണ്ട്. ഇവരായിരുന്നു ലോജിസ്റ്റിക്സും സാങ്കേതിക സംവിധാനങ്ങളും രാജ്യത്താകമാനം എത്തിച്ച് നൽകിയിരുന്നത് എന്നാണ് സംശയം. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഇവരിൽ നിന്നും ചോദിച്ചറിയുന്നുണ്ട്. ഡൽഹിയിൽ NIAയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ശ്രീകാന്ത്, ഒപ്പം ഈ അൽഫലാഹുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ശ്രീകാന്ത് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ അൽഫലാഹിൻ്റെ ചെയർമാനും സ്ഥാപകനും ചെയർമാനും അതോടൊപ്പം തന്നെ അവരുടെ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാൻ സന്ദർശിച്ചു എന്ന് സംബന്ധിച്ചുള്ള. മാത്രമല്ല, മറ്റു ചില വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ അൽഫലാഹിൽ നിന്നും പഠിച്ചിറങ്ങിയ പല വിദ്യാർത്ഥികളെ പറ്റി ഒരു വിവരവുമില്ല എന്നത് സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് 2008 ഡൽഹിയിലുണ്ടായ സ്ഫോടനം, അഹമ്മദാബാദിലുണ്ടായ സ്ഫോടനം, ആ സ്ഫോടനങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച
പ്രവർത്തിച്ച ചില ശക്തികൾ ഈ അൽ-ഫലാഹ് സർവകലാശാലയിലെ മുൻ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ സർവകലാശാല കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ജിഹാദി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ ഇതിനകം തന്നെ കടന്നിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് കൂടി പറയൂ ശ്രീകാന്ത്. ഗൗതം, ഈ ഗാസയിൽ സമാനമായ രീതിയിൽ ഒരു ആശുപത്രിയുണ്ട്, അൽ-ഷിഫ എന്നാണ് അതിൻ്റെ പേര് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഹമാസ് ഭീകരർ ഒളിത്താവളമാക്കി തുരങ്കമൊക്കെ ഉണ്ടാക്കി ഇസ്രയേലിനെതിരായ അവരുടെ ലോഞ്ച് പാഡാക്കി മാറ്റിയ സ്ഥലമായിരുന്നു അൽ-ഷിഫ. അതിനോട് ഇസ്രയേൽ സ്വീകരിച്ച നിലപാട് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അത് വ്യോമാക്രമണം നടത്തി തകർത്ത് തരിപ്പണമാക്കി കളയുകയുണ്ടായി. സമാനമായ രീതിയിൽ തല്ലിപ്പൊളിച്ച് കളയേണ്ട സ്ഥാപനം തന്നെയാണ് ആതുരാലയം എന്ന പേരിൽ ഈ ദൗജിൽ, ഹരിയാനയിലെ ദൗജിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ അൽ-ഫല എന്ന് പറയുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ലക്ഷണമൊത്ത ഭീകര കേന്ദ്രം എന്ന് അതിനെ പറയാം. 200-ലധികം കൊടും ഭീകരർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന സംശയം ഇപ്പോൾ ഏജൻസികൾക്കുണ്ട്. അവിടെയുള്ള അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ അടക്കമുള്ള ഏതാണ്ട് 200-ലധികം പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളതാണ് ഏജൻസികൾ വ്യക്തമാക്കുന്നത്. ഇവന്മാർ അവിടം കേന്ദ്രീകരിച്ച് ഈ വൈറ്റ് കോളർ ടെററിസം അത് ഡെവലപ്പ് ചെയ്തു വരികയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ അഹമ്മദാബാദിലും ഗോരഖ്പൂരിലും ജയ്പൂരിലും ഉണ്ടായ സ്ഫോടനങ്ങൾ, ഗോരഖ്പൂരിൽ 2007, അഹമ്മദാബാദിലും ജയ്പൂരിലും 2008 ഉണ്ടായ സ്ഫോടനങ്ങളിൽ ഇതേ സ്ഥാപനത്തിലെ പഠിച്ച വിദ്യാർത്ഥികൾ, ഒരു വിദ്യാർത്ഥി അയാളുടെ പേര് വന്നിരുന്നു, മറ്റു ചില ആളുകളുടെ കൂടി പേര് പരാമർശിക്കപ്പെട്ടിരുന്നതാണ്. അതായത് ലക്ഷണമൊത്ത ഭീകര സംഘടന, ഈ ഭീകരവാദികളെ അടവച്ച് വിരിയിക്കുന്ന സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ അൽ-ഫല. ഇതിൻ്റെ ചെയർമാൻ ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലാണ്. ഇവന് ഫണ്ട് വന്നത് എങ്ങനെ, എവിടേക്കൊക്കെ ചിലവഴിച്ചു എന്നത് സംബന്ധിച്ച് ഒരു കണക്കുമില്ല. അത് മാത്രമല്ല, ഇയാളും ഇയാളുടെ ആ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രാറും അവരുടെ സ്വന്തം സ്ഥലമായ പാകിസ്ഥാനിലേക്ക് സന്ദർശനം നടത്തി എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഇവരെന്തിനാണ് ഈ ശത്രു രാജ്യത്തേക്ക് സന്ദർശനം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. അതായത് ചോറ് ഇവിടെയും കൂർ അവിടെയുമായിരുന്നു ഇവർക്ക് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാവുകയാണ്. ഓക്കെ ശ്രീകാന്ത്, ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്. ഈ അൽ-ഫലാഹ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വലിയ ഗൂഢാലോചനകൾ അത് ഇനിയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2008 നടന്ന ഡൽഹി സ്ഫോടനം, അഹമ്മദാബാദ് സ്ഫോടനം തുടങ്ങിയവയിലും ഈ അൽ-ഫലാഹിൽ ആ കാലഘട്ടങ്ങളിൽ പഠിച്ചിറങ്ങിയ ചില വിദ്യാർത്ഥികളാണെന്ന് കേന്ദ്ര ഏജൻസികൾ ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള വിഷയമാണ്. മാത്രമല്ല, ഈ ഉമർ നബി എന്ന ഈ ചെങ്കോട്ടയ്ക്ക് സമീപം സ്വയം ചാവേറായി പൊട്ടിത്തെറിച്ച ഈ ഭീകരൻ സിറിയയിലെ ഇസ്ലാമിസ്റ്റുകളുമായി ബന്ധം സ്ഥാപിക്കുകയും അവിടെ നിന്നും ലഭിച്ച ഗൈഡൻസ് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇയാൾ ജിഹാദിന്റെ വഴികളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ്. ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.